ജോർജിയ ട്രാവൽ സീരീസിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുട്ടൈസിൽ ലോക്കലായിട്ട് നമുക്ക് പോകാൻ പറ്റിയ 1-2 ബഡ്ജറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പിന്നെ കുട്ടൈസിൽ നിന്ന് തിബിലിസിയിലേക്കുള്ള യാത്രാവിശേഷങ്ങളും ആയിരുന്നു. അപ്പം ഏകദേശം ഈവനിങ്ങോടുകൂടിയാണ് നമ്മൾ തിബിലിസിയിൽ എത്തിയത്. എന്തായാലും തിബിലിസി സിറ്റി ടൂർ തന്നെ നമുക്ക് മിനിമം ഒരു 1-1.5 ഡേ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ടാവും. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഹോട്ടലിൽ തപ്പിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള എല്ലാ അട്രാക്ഷൻസും ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നദിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് തിബിലിസി സിറ്റിയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് അട്രാക്ഷൻസും വരുന്നത്. നമുക്ക് ആദ്യം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ഇത് അറിയപ്പെടുന്നത് പീസ് ഓഫ് ബ്രിഡ്ജ് എന്നാണ്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇവിടുത്തെ മ്യൂസിക് തിയേറ്റർ ആൻഡ് എക്സിബിഷൻ ഹാളാണ്. ഇത് കറൻ്റ്ലി ഓപ്പൺ അല്ല, എന്നാലും ഇതൊരു കാണുമ്പോൾ ഒരു പ്രത്യേകത ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ അടുത്ത അട്രാക്ഷനാണ് മദർ ഓഫ് ജോർജിയയുടെ ഈ വലിയ സ്റ്റാച്ചു. ഇത് ശരിക്കും ഒരു ഹിൽ ഏരിയയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ പാസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഹിൽ ഏരിയയിലേക്ക് കേബിൾ കാറുകൾ അവൈലബിൾ ആണ്. നമ്മൾ മെട്രോ കാർഡ് എടുക്കുന്നത് പോലെ ഒരു കാർഡ് മേടിച്ചിട്ട് വേണം, അത് ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ടിക്കറ്റിന് യൂസ് ചെയ്യേണ്ടത്. ആ കാർഡിൻ്റെ പ്രൈസ് വരുന്നത് 2 ലാറിയാണ്. 1 വേയുടെ ടിക്കറ്റിൻ്റെ ചാർജ് ഒരാൾക്ക് വരുന്നത് 2.5 ലാറി. ഒരു കാർഡ് വെച്ച് തന്നെ ഒന്നിലധികം പേർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റെൻ്റേ കാർ എടുത്തിട്ട് തിബിലിസി സിറ്റി ടൂർ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പാർക്കിംഗ് ആണ്. ഒന്നാമത് പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, നല്ല റഷ് ഏരിയ ആണ്. പിന്നെ കിട്ടിയാൽ തന്നെ ഇവിടുത്തെ മെഷീനുകളെല്ലാം തന്നെ ഫുള്ളായിട്ട് ലോക്കൽ ലാംഗ്വേജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് നമ്മളിപ്പം ജോർജിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോക്കൽ നമ്പർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഈ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയത് ഇപ്പോൾ ഹോട്ടലൊക്കെ അടുത്താണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് ഒരു ടാക്സിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി കാണാനുള്ള ഏരിയ ഉണ്ട്, കണ്ടിട്ട് തിരിച്ച് ടാക്സിക്ക് വരുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഒത്തിരി കറങ്ങി നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മളിപ്പം കണ്ട ഈ ഒരു പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പരിപാടികളൊക്കെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു വാക്കിംഗ് ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഒത്തിരി അധികം സുവനീഴ്സുകളും അതുപോലെ തന്നെ ഈ ഷോളുകൾ, ബ്ലാങ്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ നമുക്ക് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളുടെയും ബിയർ പാർലറുകളുടെയൊക്കെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണേണ്ട എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പം ആദ്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് ഒരു ചർച്ച് കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചർച്ചുകളും അതേപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ പണി കഴിപ്പിച്ച വലിയ വലിയ കോട്ടകൾ പോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ചർച്ചുകളാണ്. ഇതാണ് തിബിലിസിയിലെ സിയോണി കത്തീഡ്രൽ ഓഫ് ഡോർമിഷൻ. ജെറുസലേമിലെ ഒരു വിശുദ്ധ പർവ്വതത്തിൻ്റെ പേരിൽ നിന്നാണ് സിയോണി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇതൊരു ഹിബ്രു വേർഡാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് സൂര്യൻ എന്നാണ്. പിന്നെ ഒട്ടുമിക്ക ചർച്ചുകളിലും ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഷോർട്ട്സൊക്കെയാണ് ഇട്ട് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ തന്നെ സ്കാർഫുകൾ എല്ലാ പള്ളിയുടെ മുന്നിലും വെച്ചിട്ടുണ്ട്. അതിലൊരു സ്കാർഫ് എടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് തലയിലും സ്കാർഫ് ഇട്ട് കയറാം. പിന്നെ ഒട്ടുമിക്ക സ്ട്രീറ്റുകളിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ ഹണി, അതുപോലെ തന്നെ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രീറ്റുകളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഹോട്ടലുകളും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പാർക്കിങ്ങും കൂടി ഉള്ളത് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ കുറച്ച് മാറിയിട്ടുള്ളിടത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ റൂം എടുത്തിരുന്നത് ഹോട്ടൽ ഹൈ ഗാർഡനിലാണ്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് റൂം റെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 215 ലാറി ആയിരുന്നു. ഏകദേശം ഒരു 300 ദിറംസ് ആയിരുന്നു ചാർജ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. രാത്രിയിൽ എത്തിയത് കാരണം നമ്മളിവിടെ ഒന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുറേ ബാർ കൗണ്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് വേറെ ഭാഗത്താണ് വരുന്നത്. റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ബെഡ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവർ എക്സ്ട്രാ സിംഗിൾ ബെഡ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് റൂം വരുന്നത്. കയറുന്ന ഭാഗത്തായിട്ട് വാഷ്റൂമാണ് വരുന്നത്. ഉള്ളിലേക്ക് ചെല്ലുമ്പം ഒരു ഡബിൾ ബെഡും പ്ലസ് ഒരു സിംഗിൾ ബെഡും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോൾഡിംഗ് ബെഡ് അവർ നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടൽ തിബിലിസി സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന് ചുറ്റുമായിട്ട് വേറെയും കുറേ ഹോട്ടൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഇതിനോട് ചേർന്നിട്ട് തന്നെയുള്ള വേറൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസമാണ് നമ്മൾ തിബിലിസിക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് അടുത്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് നമ്മൾ സിറ്റി ടൂറിലേയും പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ ചുവരിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ജോർജിയയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹോട്ടലിനെ പറ്റി ഒരു റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ മോശമില്ലാത്ത സ്ഥലം തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നല്ലത് തന്നെ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് കെയർ ഫോർ ഉണ്ടായിരുന്നു. പിന്നെ തിബിലിസിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് അത്ര തന്നെ ഡിസ്റ്റൻസും ഉണ്ടായിരുന്നുള്ളൂ.
ഇതാണ് ഹോട്ടലിന് മുന്നിൽ വരുന്ന റോഡ്. ഈ റോഡിൽ തന്നെ 3-4 ഹോട്ടലുകൾ ഞങ്ങൾ വേറെയും കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെയും 1-2 ഹോട്ടൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കെയർ ഫോർ വരുന്നത്. അത് 24 hours ഓപ്പൺ ആണ്. അതൊരു വലിയ ഹെൽപ്പായിരുന്നു. നമുക്ക് അത്യാവശ്യത്തിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ നല്ല ഈസി ആയിരുന്നു. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ 11-12 മണിക്കൊക്കെ തന്നെ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അത്യാവശ്യത്തിന് ഫുഡൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ജോർജിയ വിസിറ്റിൽ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റും ഏരിയയും ഒക്കെ. അപ്പോൾ നമ്മൾ അതിനും ഒരു കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിബിലിസി സിറ്റിയിൽ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോർജിയ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് പോയിരിക്കേണ്ട 2 സ്ഥലങ്ങളാണ് ഈ കസ്ബഗി മൗണ്ടൻസ്, നല്ല മഞ്ഞുമൂടി മലകളൊക്കെ ആയിട്ട്, പിന്നെ ഗുദൗരി മൗണ്ടൻസ്. ഈ സംഭവങ്ങളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള 2 ദിവസം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഒരു ദിവസം കൂടി നമ്മൾ തിബിലിസിയിൽ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിബിലിസി സിറ്റിയിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.